ഇത് വാസവണ്ണ നമ്മുടെ അണ്ണൻ അണ്ണൻ உங்களை பத்தி நிறைய கேட்டு എന്താ കേട്ടിട്ടുള്ളേ நிறைய கேட்டு இருக்கு இல்ல அந்த ராயண்ணன் சந்திரன் எல்லாம் உங்ககிட்ட நிறைய பேசிருக்கான் ரொம்ப பெரியவங்க அப்படி எல்லாம் ഓ நான் பெரியவனൊന്നും கிடையாது நான் നിങ്ങളെ പോലെ ഒരു കോമൺ മാൻ அப்படியா அண்ணன் சிம்பிளிசிட்டி எவ்வளவு ஹம்பிளா இருக்கு பாரு ரொம்ப பிசினஸ் இருக்கு ரொம்ப கேர்ள் ஃப்ரெண்ட் இருக்கு எல்லாமே இருக்கு எல்லாமே இருக்கு அண்ணன் പേര് என்ன பேரு காதல் കാതൽ എவ்வளவு നാളായിടുச்சு സിറ്റിയിൽ വന്നിട്ട് நான் இங்க ஒரு 1 month 1 month ஓகே உங்களை பார்க்கவே இல்லை நீங்க வர மாட்டியா ஊர்ல ഓ ഞാൻ എന്നും സിറ്റിയിൽ ഇരിക്കേ ആനാല എനിക്ക് സിറ്റിയിൽ ഒരു കാഷ്യൂ നട്ട് ഫാക്ടറി ഇരിക്കേ ഡെയിലി അങ്ക കളക്ഷൻ പോണം அதுக்கு தான் சிட்டில வர முடியாது நான் ஒரு வேலைதான் பார்த்துட்டு இருக்கேன் அந்த ஃபேக்டரியில ஏதாவது வேலை இருந்தா അവിടെ കുറച്ച് ആരോഗ്യം വേണം അത് അണ്ടി പറക്കാനും തല്ലാനൊക്കെ ആരോഗ്യം വേണം അപ്പൊ കുട്ടികളെ കൊണ്ട് പറ്റൂല അത് പറ്റാത്ത കാര്യമാണ് ഉന്നാല മുടിയാത് തമ്പി ശരിക്കും ഫാക്ടറിയിൽ വേല ഇருக்கு നീയാണ് അവിടുത്തെ മെയിൻ வேகன்சி இருக்கா ഓ വേക്കൻസി ഇருக்கு അണ്ണാ ഞാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം സെറ്റ് ആക്കാം നമുക്ക് நிறைய படிச்சிருக்கு നിറയാന്ന് വെച്ചാൽ എവ്വളോ പഠിച്ചിருக்கு நான் டிகிரி എന്ത് ഡിഗ്രി ഏതാ സൈക്കോളജി സൈക്കോളജി പറ്റൂലാണ് നടക്കൂലാണ് നമുക്ക് അണ്ടി തല്ലാൻ വേണ്ടിട്ട് സൈക്കോളജി പഠിച്ച ചോദ്യം മോശം കുഴപ്പമില്ല സൈക്കോളജി പഠിച്ച ഒരാളെ നമുക്ക് വേണം ശരിക്കും പറഞ്ഞ MBBS വേണ്ടേ ബിസിനസ്ക്ക് அந்த மாதிரி ഒരാൾ വേണമല്ലേ വേണം ശബ്ദമല്ലേ എന്നാ നമുക്ക് പോവാം നമുക്ക് തെറുതിയൊന്നുമില്ല ചന്ദ്ര നമുക്ക് കുറച്ചേരം സംസാരിച്ചിട്ടൊക്കെ എല്ലാവരുടെ അടുത്തും എല്ലാരും ഇവിടെ ഇത്രയും പേര് നിൽക്കല്ലേ നമുക്ക് എല്ലാവരോടും സംസാരിക്കാം അതല്ല അത് കെട്ടിപ്പിടിച്ചോ അത് പെൺകുട്ടികളുടെ ഇടയ്ക്ക് വെച്ച് പ്ലീസ് അത് ചെയ്യല്ലേ പ്ലീസ് അത് മാറിക്ക് കുറച്ച് പോയോണ്ട് അവിടെ വന്നിരുന്ന് കൊഞ്ചന് നാളെ വാറുള്ളാന്ന് അറിയാലോ പ്രാക്ടീസ് ചെയ്യ് പോ ഇടയ്ക്ക് പിടിക്കാൻ വന്നിരിക്കുന്ന എന്നെ കയറി പറകുട്ടി இல்ல வேகன்சி இருந்தா நீங்க சொல்லுங்க நான் வந்துறேன் കുട്ടി ഒരു മിനിറ്റ് എക്സ്ക്യൂസ് മീ ഒരു എനിക്ക് പേഴ്സണൽ ആയിട്ടൊന്ന് ഒരു മിനിറ്റ് ചന്ദ്ര ഒരു സെക്കൻഡ് അനക്കെന്താ കൊണ്ടാവും പണി ചന്ദ്ര ഒരു സെക്കൻഡ് പോവല്ലേന്ന് അയ്യോ ഞാൻ ചന്ദ്രനെ അല്ല കുട്ടി വിളിച്ചേ മാനേജർ തന്നെ വേണം കേട്ടോ കുട്ടി ഒന്നൊരു കുട്ടിയുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്തു എനിക്ക് ഞാൻ വേക്കൻസി ആണെങ്കിൽ വിളിക്കാം കാതൽ ഇളവരസി ആരാ ഉന്നോട് അപ്പ இல்ல இளவரசி வந்து ஏன் அப்பாவோட அம்மா இளவரசினா பிரின்சஸ்னு அர்த்தம் ഹോ ഇളവരസി ഉന്നോട് അപ്പാவோட അമ്മ ஆமா ഓ ഒരു സെക്കൻഡ് ഇത് ഏ നമ്പർ എന്താ പറ வேகன்சி வந்துட்டா சொல்லு വാസു എന്നോട് അപ്പ അല്ല വരുന്നും വാസുവും എന്നോടത്താ പേര് ഓക്കെ அப்ப நான் வாசல்னு கூப்பிடலாமா ഓ എന്നെ വേണ കൂപ്പിടാ ஓகே ഓക്കെ കുട്ടി നമ്പർ തന്നായിരുന്നു വേക്കൻസി എന്തെങ്കിലും വിളിക്കാം കതൽ പോണ இல்ல நீங்க பிஸியா இருக்குல்ல ஏதாவது மீட்டிங் அப்படி ஏதாவது ரொம்ப பிஸி இதுக்கு நான் சொன்னா ரொம்ப பிஸி നീ ரொம்ப ബിസി നീ ടിഡിഎമ്മിന് പോയി പ്രാക്ടീസ് ചെയ്യ് ഇവിടെ കാണല്ലേ വിട്ടോ അവൻ ரொம்ப ബിസിയാണ് അവൻ പറയടാ എന്തൊരു നിനക്ക് വേണ്ടപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ ഒന്നും അല്ലല്ലോ
അല്ല 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 ദയ്യ. ആരെ പരിചയപ്പെടുത്തിയാലും അവന് വേണം. ആ കുട്ടിക്ക് എൻ്റെ അടുത്ത് ചെറിയ ചെറിയ ക്രഷുണ്ട്. പക്ഷേ എത്ര വിചാരിച്ചിട്ടുണ്ട് അവളുടെ ഉള്ളിൽ ആ പ്രണയം എന്റെ തോന്നു പറയാൻ പറ്റും. അങ്ങനെയാണത് ഇപ്പൊ ചോദിക്കണമല്ലോ. കുട്ടി ഒരു മിനിറ്റ്, കുട്ടി ഒരു മിനിറ്റ്, ഒന്നും കൂടെ കുട്ടി ചന്ദ്ര പറയണെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ചന്ദ്രനോട് എന്തോ പ്രണയമുണ്ട്. എത്ര പറഞ്ഞിട്ടും കുട്ടിക്ക് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്. ഒരു കാര്യം ഞാൻ പറയാം, കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ അത്രേ ഉള്ളു. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞുണ്ടല്ലോ, നമുക്ക് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് പെണ്ണുമ്പിളൊക്കെ കഴിയുമ്പോഴാണ് ഇവന്മാർക്കൊക്കെ ഇച്ചിരി സൂക്കേട് ഇളകുന്നത്. ഇപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 വർഷമായി. അലീന എന്നാണ് ആ കൊച്ചിന്റെ പേര്. ഒരു കുറച്ച് നാളായിട്ട് ആ കൊച്ചിന് കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സിറ്റിയിൽ വരാത്തതാണ്. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കിന് വരും. ഒരു 2 ആഴ്ച ഭാര്യ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ പറയണമെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അവനോട് പ്രേമമെന്നാ. ഇവിടെ വെച്ച് പറയട്ടെ, അലീന അവൻ മറന്നു. അതെ, നീ കാത് പൊട്ടനാ, ഉനക്കൊന്നും പറഞ്ഞ അലീന നീ വിട്ടോ? അണ്ണാ വിട്ടണ എയർപോർട്ടിൽ കൊണ്ട് വിട്ട്. എയർപോർട്ടിൽ കൊണ്ട് വിട്ടെന്ന് കേട്ടാ കനി കേട്ടാ നിന്റെ കല്യാണം കഴിഞ്ഞാലും പറഞ്ഞില്ല. കല്യാണോ അണ്ണാ? കല്യാണം കഴിഞ്ഞില്ല അണ്ണാ. ഒന്നും പറയില്ലടാ, ഒന്നും പറയല്ല. നിന്നെ പോലത്തവന്മാരെ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം ഉണ്ടല്ലോ, 2 ദിവസം ഭാര്യ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുവാന്ന് വിചാരിച്ച് ഉടനെ നാട്ടില്. എനിക്കൊന്നും പറയാനില്ല മോനെ. ഇവിടെ കെവിനെ ഇവനെയൊക്കെ എങ്ങനെയാ കല്യാണം കഴിഞ്ഞേ? കല്യാണം കഴിഞ്ഞപ്പാ? കല്യാണം കഴിച്ചില്ലല്ലോ. ഇല്ല, ലിവിംഗ് ടുഗദർ കഴിഞ്ഞിട്ടില്ല. അവന്റെ ഉള്ളാല നിന്നെ ബോധിപ്പിക്കണം ഞാൻ. കല്യാണം കൊല്ലലടാ. അണ്ണാ നമുക്ക് പോവാ.